ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 2 മില്ലുകളുമായി കരാർ ഒപ്പിട്ട് സർക്കാർ. ഇന്ന് തന്നെ നെല്ല് സംഭരണം ആരംഭിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ചെയ്യുന്നു. ഉമേഷ്, ഈ സംഭരിച്ച നെല്ല് വിൽക്കാനാകാതെ കഷ്ടപ്പെടുന്ന കർഷകർക്ക് ഒരു തെല്ല് ആശ്വാസമാകുമോ ഈ നടപടി, ഈ ഒപ്പിടൽ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടും ഒരു ഘട്ടത്തിൽ മില്ലുടമകൾ സഹകരിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ വീണ്ടും ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് 2 മില്ലുകളുമായി ധാരണ എത്തിയിട്ടുണ്ട്. 2 മില്ലുകൾ ഇപ്പോൾ കരാർ ഒപ്പിട്ടു. തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് അല്പസമയത്തിനകം തന്നെ നെല്ല് സംഭരിച്ചു തുടങ്ങും. നേരത്തെ മുന്നോട്ട് വെച്ച മില്ലുടമകൾ മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങൾ, അതിൽ ഒരു ആവശ്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതി അംഗീകരിച്ചിരുന്നു. അതായത് ക്വിന്റലിന് 68 എന്ന രീതിയിലേക്ക് 68% അരി എന്ന നിലയിലേക്ക് കുറയ്ക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. നേരത്തെ അത് 64 കേന്ദ്ര നിയമം, അത് 68 ഉയർത്തണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഒടുവിൽ സമവായത്തിൽ 66.5 എന്നുള്ള നിലയിലേക്ക് എത്തിയിരുന്നു. അതാണ് അംഗീകാരത്തിലേക്ക് എത്തിയത്. പക്ഷേ കുടിശ്ശിക ഇതുവരെ കൊടുത്തിട്ടില്ല. കുടിശ്ശിക നൽകാമെന്നുള്ള ഉറപ്പ് കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ 2 മില്ലുകൾ ഈ കരാറിൽ തയ്യാറായത്. പക്ഷേ പാലക്കാട് അടക്കമുള്ള ജില്ലകൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇനി ആ മേഖലയിൽ നിന്നും കൂടി അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകേണ്ടിയിട്ട്. മില്ലുടമകൾക്ക് കുടിശ്ശിക കിട്ടാനുണ്ട്. എന്നാലും ഈ പറഞ്ഞ 66.5 കിലോ എന്ന ധാരണയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 2 മില്ലുടമകൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടിട്ടുണ്ട്. തെല്ലാശ്വാസം കർഷകർക്കുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.